നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജനറൽ സൊല്യൂഷൻ ഓഫ് എ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ ആണ് എടുത്തത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്താണ് ജനറൽ സൊല്യൂഷൻ എന്ന് ഓർമ്മയുണ്ടല്ലോ. 6 റിസൾട്ട് എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ റിസൾട്ട് ജനറൽ സൊല്യൂഷൻ ഓഫ് sin x equal to 0 implies എന്തായിരുന്നു? sin x equal to 0 implies x equal to n pi n belongs to z. ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ റിസൾട്ട് ജനറൽ സൊല്യൂഷൻ ഓഫ് cos x equal to 0 implies x equal to 2n plus 1 into pi by 2 n belongs to z. Okay. Next എന്തായിരുന്നു? tan x equal to 0 implies x equal to n pi n belongs to z. ക്ലിയർ ആണല്ലോ. അടുത്ത റിസൾട്ട് sin x equal to sin y implies x equal to n pi plus minus 1 raised to n y n belongs to z. Okay. Next, cos x, general solution of cos x equal to cos y implies x equal to 2n pi plus or minus y n belongs to z. Okay. Last result, tan x equal to tan y implies x equal to n pi plus y n belongs to z. Okay. sec x equal to sec y നിങ്ങൾക്കറിയാം, cosec x equal to cosec y അറിയാം, cot x equal to cot y നിങ്ങൾക്കറിയാം. ഓക്കെ, ഇത്രയും റിസൾട്ടാണ് ഞാൻ എടുത്തത്. ഇതിൻ്റെ 6 പ്രോബ്ലംസ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു 2 ക്വസ്റ്റ്യനും കൂടി അതേ രീതിയിൽ ഞാൻ ചെയ്തു തരാം. നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചെടുക്കുന്നതാണ്. നമുക്ക് ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. cos x equal to 1/2 ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. cos x equal to 1/2. നിങ്ങൾക്കറിയാം cos x equal to 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos pi/3 അല്ലേ. അപ്പോൾ cos x equal to cos y implies x equal to cos x equal to cos y implies x equal to 2n pi plus or minus pi/3 n belongs to z. Okay. Next question, tan x equal to 1/√3. General solution of tan x equal to 1/√3. അപ്പോൾ tan x equal to 1/√3 ന് പകരം tan pi/6 എന്ന് എഴുതാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് tan x equal to tan y implies x equal to n pi plus y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pi/6 n belongs to z. ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ ഇന്ന് ചെയ്തു തരാം. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യനും കൂടിയും. sin x equal to -1/√2 എങ്ങനെയാണ് ചെയ്യുക? sin x equal to -√1/2 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ASTC നെഗറ്റീവ് വരുന്നത് തേർഡിലാണ്, ഫസ്റ്റ് വരുന്നത് പിന്നെ ഫോർത്തിലാണ്. അപ്പോൾ ഇത് പൈ പ്ലസ് pi/4 ആയിരിക്കും. അതായത് 4π plus pi 5π/4. അപ്പോൾ sin x equal to -1/√2 വരുന്നത് sin 5π/4 ആണ്. ഓക്കെ, sin x equal to sin y implies x equal to n pi plus minus 1 raised to n into 5π/4 n belongs to z. ഈ രീതിയിൽ 6 ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 3 ക്വസ്റ്റ്യൻ, 6 3 9 ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് +1 ട്രിഗ്നോമെട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആയ ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് sin 2x minus sin 4x plus sin 6x equal to 0. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് sin 2x minus sin 4x plus
sin 6x ഈക്വൽ ടു 0. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. +1 പബ്ലിക് എക്സാമിൽ എപ്പോഴും മാറി മാറി എല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോൾവ് sin 2x മൈനസ് sin 4x പ്ലസ് sin 6x ഈക്വൽ ടു 0. ഒന്നുകിൽ ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ എന്നുണ്ടാകും, അല്ലെങ്കിൽ സോൾവ് എന്നാണ് ഉണ്ടാവുക. സോൾവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷനാണ്. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. പ്രിൻസിപ്പളും ജനറലും പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫൈൻഡ് ദി പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് തന്നെ ഉണ്ടാകും. ജനറൽ സൊല്യൂഷൻ അല്ലെങ്കിൽ സോൾവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് sin 2x അല്ലെങ്കിൽ ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് sin 2x മൈനസ് sin 4x പ്ലസ് sin 6x ഈക്വൽ ടു 0. ഞാൻ ഇവിടെ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, sin 2x പ്ലസ് sin 6x മൈനസ് sin 4x ഈക്വൽ ടു 0 എന്ന് എഴുതി. ഞാൻ ജസ്റ്റ് ഇത് ഈ സൈഡ് ഇവിടെ എഴുതി, ഇതെടുത്ത് ഇവിടെ എഴുതി, ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തതാണ്. നിങ്ങൾ പഠിച്ച റിസൾട്ടാണ്. sin x പ്ലസ് sin y ഈക്വൽ ടു 2 sin ഓഫ് x പ്ലസ് y ബൈ 2 കോസ് ഓഫ് x മൈനസ് y ബൈ 2 എന്ന് നിങ്ങൾ പഠിച്ചതാണ്. sin x പ്ലസ് sin y ഈക്വൽ ടു 2 sin ഓഫ് x പ്ലസ് y ബൈ 2 കോസ് ഓഫ് x മൈനസ് y ബൈ 2. ഓക്കെ, ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ sin 2x പ്ലസ് sin 6x 2 sin 2x പ്ലസ് 6x ബൈ 2 കോസ് 2x മൈനസ് 6x ബൈ 2 എന്ന് എഴുതാൻ പറ്റും. മൈനസ് sin 4x ഈക്വൽ ടു 0. ക്ലിയർ ആണല്ലോ. ഓക്കെ, sin x plus sin y equal to 2 sin x plus y by 2 cos x minus y by 2. Okay, 2 sin 2x plus 6x, 2x plus 6x equal to 8x by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x, 2x minus 6x minus 4x divided by 2 minus 2x minus sin 4x equal to 0. ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് എന്താണുള്ളത്? രണ്ട് ടേമിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കോമൺ ആയിട്ട് sin 4x കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ കോമൺ ആയിട്ട് ഞാൻ ഔട്ട് സൈഡ് ചെയ്യുന്നു. sin 4x ഇൻറ്റു 2 cos 2x മൈനസ് 1 ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ എങ്ങനെ കോസ്, ഇവിടെ മുകളിലുള്ളത് കോസ് നെഗറ്റീവ് 2x ആണ്, താഴെ സാർ എഴുതുമ്പോൾ കോസ് 2x ആയി മാറി. എങ്ങനെ അത് മാറി? നിങ്ങൾ പഠിച്ച റിസൾട്ട് അല്ലേ? കോസ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആണ്. അപ്പോൾ കോസ് നെഗറ്റീവ് 2x ഈക്വൽ ടു എന്താണ്? കോസ് 2x ആണ്. അപ്പോൾ sin 4x കഴിഞ്ഞാൽ ബാക്കി 2 cos 2x മൈനസ് 1 ഈക്വൽ ടു 0. a ഇൻറ്റു ബി ഈക്വൽ ടു 0 ആണെങ്കിൽ ഒന്നുകിൽ a ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, 2 cos 2x മൈനസ് 1 ഈക്വൽ ടു 0 ആണെങ്കിൽ 2 cos 2x ഈക്വൽ ടു 1 എന്ന് കിട്ടും, cos 2x ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. sin 4x ഈക്വൽ ടു 0 എന്നും കിട്ടി, cos 2x, ഓക്കെ, cos 2x ഈക്വൽ ടു 1/2 ആണ്. 2 cos 2x മൈനസ് 1 ഈക്വൽ ടു 0, 2 cos 2x ഈക്വൽ ടു മൈനസ് 1 ഈ സൈഡിൽ എത്തുമ്പോൾ പ്ലസ് 1, ദെൻ cos 2x ഈക്വൽ ടു 1/2. നമ്മൾ പഠിച്ചിട്ടുണ്ട് sin x equal to 0 implies x equal to n pi, n belongs to z. അതേപോലെ cos x equal to cos y implies x equal to 2n pi plus or minus y, n belongs to z എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ sin 4x equal to 0, sin 4x equal to 0 implies 4x equal to n pi. sin x equal to 0 ആണെങ്കിൽ x equal to n pi, sin 4x equal to 0 ആണെങ്കിൽ 4x equal to n pi, n belongs to z, then x equal to n pi divided by 4, n belongs to z. Okay, or
നമുക്കറിയാം കോസ് 2x ഈക്വൽ ടു 1/2 ആണെങ്കിൽ നമുക്ക് എഴുതാം കോസ് 2x ഈക്വൽ ടു കോസ് π/3 എന്ന് എഴുതാൻ പറ്റും അല്ലേ? കോസ് π/3 1/2 ആണ്. ഇനി എങ്ങനെ ചെയ്യും? ഇനി ഞാൻ ചെയ്യുന്നത് cos x ഈക്വൽ ടു കോസ് y ഇംപ്ലൈസ് x ഈക്വൽ ടു 2nπ പ്ലസ് ഓർ മൈനസ് y ആണ്. അങ്ങനെയാണെങ്കിൽ 2x ഈക്വൽ ടു എന്താണ്? 2nπ പ്ലസ് ഓർ മൈനസ് π/3 ആണ്. ദെൻ x ഈക്വൽ ടു എന്താണ്? ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2nπ/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nπ ആണ്, പ്ലസ് ഓർ മൈനസ് π/3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/6 ആണ്, n ബിലോങ്സ് ടു z. ഓക്കെ, അതായത് നമുക്ക് കിട്ടിയ ആൻസർ x ഈക്വൽ ടു nπ/4, n ബിലോങ്സ് ടു z, ഓർ x ഈക്വൽ ടു nπ പ്ലസ് ഓർ മൈനസ് π/6, n ബിലോങ്സ് ടു z. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിനാണ് ചോദിച്ചത്. അതുകൊണ്ട് ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും എഴുതി എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ tan square theta plus cot square theta equal to 2. Solve tan square theta plus cot square theta equal to 2. Next question. Solve tan square theta plus cot square theta equal to 2. അല്ലെങ്കിൽ നമുക്ക് പറയാം find the general solution of tan square theta plus cot square theta equal to 2. ഓക്കെ, നമുക്ക് നോക്കാം. tan square theta plus cot square theta equal to 2. then tan square theta plus cot square theta ഞാൻ എങ്ങനെ എഴുതി? 1/tan square theta എന്ന് എഴുതി. 1/tan square theta equal to 2. നിങ്ങൾക്കറിയാം കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ടാൻ ആണ്. അപ്പോൾ കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്താണ്? 1/tan സ്ക്വയർ തീറ്റ ആണ്. നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ടാൻ സ്ക്വയർ തീറ്റ, ടാൻ സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 2 എന്ന് എഴുതാൻ പറ്റും. ദെൻ ടാൻ സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 2 ടാൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ? ടാൻ സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 2 ടാൻ സ്ക്വയർ തീറ്റ. ഇനി ഈ 2 ടാൻ സ്ക്വയർ തീറ്റേനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടാൻ സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ഈക്വൽ ടു 0. ഇത് ഏതെങ്കിലും ഫോമിലുണ്ടോ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന ഫോമിലല്ലേ ഉള്ളത്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ സ്ക്വയർ തീറ്റയും ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. ഈ ഫോമിലല്ലേ ഉള്ളത്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇതെന്താണ്? ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ഹോൾ സ്ക്വയർ അല്ലേ? ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് എ സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ഈക്വൽ ടു എന്തായിരിക്കും? 0 അല്ലേ? ദെൻ ടാൻ സ്ക്വയർ തീറ്റ 1 അല്ലേ? ടാൻ സ്ക്വയർ തീറ്റ 1 ആണെങ്കിൽ ടാൻ തീറ്റ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 അല്ലേ? ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1, ദെൻ ടാൻ തീറ്റ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആണ്. ക്ലിയർ ആകുന്നുണ്ടല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാൻ തീറ്റ 1 എന്നും എടുക്കും, ഓർ ടാൻ തീറ്റ ഈക്വൽ ടു മൈനസ് 1. ടാൻ തീറ്റ 1 നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാം. ടാൻ തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ 1 എന്ന് പറഞ്ഞാൽ ടാൻ π/4 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടാൻ എക്സ് ഈക്വൽ ടു ടാൻ വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു nπ plus y, n belongs to z. Tan theta equal to tan π/4 implies x equal to nπ plus π/4, n belongs to z. Clear ആണല്ലോ? ഇനി അടുത്തത്
ടാൻ തീറ്റ ഈക്വൽ ടു -1 ASTC മൈനസ് വരുന്ന ഫസ്റ്റ് ഇവിടെയാണ്. അപ്പോൾ പൈ മൈനസ് π/4 നോക്കിയാൽ മതി നിങ്ങൾ. അപ്പോൾ 3π/4 എന്ന് കിട്ടി. അതായത് ടാൻ തീറ്റ ഈക്വൽ ടു -1 പകരം ടാൻ തീറ്റ ഈക്വൽ ടു ടാൻ 3π/4 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി എന്താണ് ടാൻ എക്സ് ഈക്വൽ ടു ടാൻ വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു nπ പ്ലസ് വൈ. അതായത് തീറ്റ ഈക്വൽ ടു nπ പ്ലസ് 3π/4 n ബിലോങ്സ് ടു സെഡ്. ഇത് അല്ലെങ്കിൽ ഇതാണ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇവിടെ യൂസ് ചെയ്തത് കോഡ് സ്ക്വയർ തീറ്റേന 1/tan² തീറ്റ എന്നാക്കി. പിന്നെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഉള്ള പോലെ a² മൈനസ് 2ab പ്ലസ് b² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a മൈനസ് b ഹോൾ സ്ക്വയർ, ഇതാണ് യൂസ് ചെയ്തത്. ഓക്കെ അല്ലേ? പിന്നെ ടാൻ എക്സ് ഈക്വൽ ടു ടാൻ വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു nπ പ്ലസ് വൈ n ബിലോങ്സ് ടു സെഡ്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് 3 ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് cos 4x ഈക്വൽ ടു cos 2x. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ sin 2x പ്ലസ് cos x ഈക്വൽ ടു 0. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 2 cos² x പ്ലസ് 3 sin x ഈക്വൽ ടു 0. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ cos 4x ഈക്വൽ ടു cos 2x. ഇതെങ്ങനെ നമ്മളെങ്ങനെയാണ് ചെയ്യുക? ജനറൽ സൊല്യൂഷൻ ഓഫ് cos x ഈക്വൽ ടു cos y implies x equal to 2nπ plus or minus y, n belongs to z ആണ്. അങ്ങനെയാണെങ്കിൽ cos 4x equal to cos 2x implies cos 4x equal to cos 2x implies 4x equal to 2nπ plus or minus 2x. മനസ്സിലാവുന്നുണ്ടല്ലോ? എക്സിന് പകരം 4x, വൈക്ക് പകരം 2x. ഓക്കെ, n ബിലോങ്സ് ടു സെഡ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് 4x ഈക്വൽ ടു 2nπ പ്ലസ് 2x, n ബിലോങ്സ് ടു സെഡ്. ഓർ 4x ഈക്വൽ ടു 2nπ മൈനസ് 2x, n ബിലോങ്സ് ടു സെഡ്. ഇതേപോലെ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ? Then 4x minus 2x equal to 2nπ, n belongs to z. Or 4x plus 2x equal to 2nπ, n belongs to z. അതായത് പ്ലസ് ഓർ മൈനസിനെ ഞാൻ രണ്ട് ടേം ആക്കി മാറ്റി 2nπ plus 2x or 2nπ minus 2x. ഓക്കെ, 4x minus 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x അല്ലേ? 4x minus 2x, 2x equal to 2nπ, n belongs to z. 4x plus 2x, 6x equal to 2nπ, n belongs to z. Okay. Then x equal to 2x equal to n, 2nπ ആണെങ്കിൽ x equal to nπ, n belongs to z. Or 6x equal to 2nπ ആണെങ്കിൽ x equal to nπ/3 ആണ്. ഓക്കെ, 2നും 6നും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/3 ആണല്ലോ. അപ്പോൾ nπ/3, n ബിലോങ്സ് ടു സെഡ്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് സോൾവ് അല്ലെങ്കിൽ ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് sin 2x പ്ലസ് cos x ഈക്വൽ ടു 0. sin 2x പ്ലസ് cos x ഈക്വൽ ടു 0. നിങ്ങൾക്കറിയാം sin 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 sin x cos x ആണ്, പ്ലസ് cos x ഈക്വൽ ടു 0. ഇവിടെ കോമൺ ആയിട്ട് എന്താണുള്ളത്? ഇവിടെ കോമൺ എന്താണ്? രണ്ടിലും കോമൺ ആയിട്ടുള്ളത് cos x കോമൺ ആണ്. cos x ഇൻറ്റു 2 sin x പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇതിൻ്റെ മീനിങ് cos x equal to 0 or 2 sin x plus 1 equal to 0, then 2 sin x equal to minus 1, then sin x equal to minus 1/2. cos x equal to 0 ആണെങ്കിൽ നിങ്ങൾക്കറിയാം x equal to
2n plus 1 into pi by 2 comma n belongs to z. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, സൈൻ എക്സ് ഈക്വൽ ടു -1/2 നിങ്ങൾക്കറിയാം. ASTC ഇവിടെയാണുള്ളത്, അതായത് പൈ പ്ലസ് പൈ ബൈ 6 ആണ്. ദെൻ 6 പ്ലസ് പൈ 7 പൈ ബൈ 6 അല്ലേ, പൈ പ്ലസ് പൈ. ഓക്കെ, സൈൻ എക്സ് ഈക്വൽ ടു -1/2 ആണെങ്കിൽ നമുക്ക് എഴുതാം സൈൻ എക്സ് ഈക്വൽ ടു സൈൻ 7 പൈ ബൈ 6 എന്ന് എഴുതാം. ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു n പൈ പ്ലസ് -1/n 7 പൈ ബൈ 6 കോമ n ബിലോങ്സ് ടു z. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് ചെയ്തത്. ക്ലിയർ ആണല്ലോ. ഇതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 cos square x plus 3 sin x equal to 0. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 2 cos square x plus 3 sin x equal to 0. Okay. Sin square x plus cos square x equal to 1. Then cos square x equal to 1 minus sin square x അല്ലേ, cos square x equal to 1 minus sin square x ആണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ, cos square x equal to 1 minus sin square x ആണ്. അതായത് ഇവിടെ cos square x ന് പകരം ഞാൻ 1 minus sin square x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്ലസ് 3 sin x equal to 0. 2 into 1 2 minus 2 sin square x plus 3 sin x equal to 0. ഞാൻ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 sin square x plus minus 3 sin x minus 2 equal to 0 എന്ന് കിട്ടുമല്ലോ. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ 2 sin square x minus 3 sin x minus 2 equal to 0. ഇത് ഏത് ഫോമിലുള്ള 2a square minus 3a minus 2 equal to 0. ഇത് ക്വാഡ്രാറ്റിക് വേറെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സ് ആണ്, അല്ലെങ്കിൽ 3t സ്ക്വയർ. ഇത് ഏത് ഫോമിലായി? 3t സ്ക്വയർ മൈനസ് 3t മൈനസ് 2 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എ ഈക്വൽ ടു 3, ബി ഈക്വൽ ടു മൈനസ് എ ഈക്വൽ ടു ഇവിടെ 2 ആണ്, 2t സ്ക്വയർ, എ ഈക്വൽ ടു 2, ബി ഈക്വൽ ടു മൈനസ് 3, സി ഈക്വൽ ടു മൈനസ് 2. ഇതൊരു ക്വാഡ്രാറ്റിക്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 3 പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് 3 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 2 4 ഇൻറ്റു ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു മൈനസ് 2 ആണ്. ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. ഓക്കെ, ദെൻ എക്സ് അല്ലേ ടി ഈക്വൽ ടു ആണ്. ദെൻ ടി ഈക്വൽ ടു 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് 3 സ്ക്വയർ 9 പ്ലസ് 4 ഇൻറ്റു 2 ഇൻറ്റു 2 16. 9 പ്ലസ് 16 എന്ന് പറഞ്ഞാൽ 25 ഡിവൈഡഡ് ബൈ 2. 2 ഇൻറ്റു 2 4. ഓക്കെ, ദെൻ ടി ഈക്വൽ ടു 3 plus or minus 5 divided by 4. Then t equal to 3 plus 5 by 4 3 minus 5 by 4. Okay, then t equal to 3 plus 5 8 by 4 2 എന്നും കിട്ടും. 3 minus 5 minus 2 by 4 minus 2 by 4 എന്ന് പറഞ്ഞാൽ minus 1 by 2 എന്ന് കിട്ടും. അതായത് t എന്ന് പറഞ്ഞാൽ sin x ആണ്. sin x equal to 2 എന്നും കിട്ടി, or sin x equal to minus 1 by 2. ഇത് which is not possible ആണ്, which is not possible. എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്, എന്തുകൊണ്ട് പോസിബിൾ അല്ല എന്ന് നിങ്ങൾക്കറിയാം. sin x-ന്റെ മാക്സിമം വാല്യൂ 1 ആണ്. sin x-ന്റെ റേഞ്ച് ക്ലോസ് ഇൻ്റർവൽ -1 to 1 ആണ്. ഓക്കെ, ഇനി sin x ഈക്വൽ ടു -1 by 2 ഇത് നേരത്തെ ചെയ്താണ്. sin x ഈക്വൽ ടു sin 7 pi by 6 ആണല്ലോ. ASTC ഇത് തേർഡ് ക്വാഡ്രന്റിൽ പൈ പ്ലസ് പൈ ബൈ 6 ഈക്വൽ ടു 7 pi by 6. ദെൻ x ഈക്വൽ ടു n pi പ്ലസ് -1 raised to n 7 pi by 6 കോമ
n belongs to Z. ഓക്കെ ആണല്ലോ. ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ഇടയ്ക്കൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. ഓക്കെ, സോൾവ് cos 3x plus cos x minus cos 2x equal to 0. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. cos x plus cos y എന്തായിരുന്നു? cos x plus cos y equal to 2 cos x plus y by 2 cos x minus y by 2. അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതാം. നമുക്ക് cos 3x plus cos x minus cos 2x equal to 0. cos x plus cos y equal to 2 cos x plus y by 2 cos x minus y by 2 minus cos 2x equal to 0. ഞാൻ ഇവിടെ യൂസ് ചെയ്തത് cos x plus cos y equal to 2 cos x plus y by 2 cos x minus y by 2 minus cos 2x. Okay, 2 cos 3 plus 1 4 by 2 എന്ന് പറഞ്ഞാൽ 2 cos 2x 3 minus 1 2x by 2 cos x minus cos 2x equal to 0. ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് എന്താണുള്ളത്? ഇവിടെ രണ്ടിലും കോമൺ cos 2x ആണ് കോമൺ ആയിട്ടുള്ളത്. cos 2x into 2 cos x minus 1 equal to 0. അങ്ങനെയാണ് നമുക്ക് പറയാം cos 2x equal to 0 or 2 cos x minus 1 equal to 0, then 2 cos x equal to 1, then cos x equal to 1 by 2. നമ്മൾ പഠിച്ച റിസൾട്ട് ഉണ്ടായിരുന്നു. cos x equal to cos x equal to 0 implies x equal to 2n plus 1 into pi by 2, n belongs to Z. അതേപോലെ cos x equal to cos y implies x equal to 2n pi plus or minus y, n belongs to Z. അങ്ങനെയാണ് നമുക്ക് നോക്കാം. cos 2x equal to 0. cos 2x equal to 0 implies 2x equal to 2n plus 1 into pi by 2, n belongs to Z. Then x equal to 2n plus 1 into pi by 4, n belongs to Z. Okay, or cos x equal to 1 by 2. നിങ്ങൾക്ക് അറിയാം cos x equal to 1 by 2, then cos x equal to cos pi by 3 എന്ന് എഴുതാം. implies x equal to 2n pi plus or minus pi by 3, n belongs to Z. Okay, ക്ലിയർ ആയല്ലോ. അങ്ങനെയാണ് ഞാൻ ജനറൽ സൊല്യൂഷൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ പ്രിൻസിപ്പിൾ സൊല്യൂഷനും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സോൾവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷനാണ് ചെയ്യേണ്ടത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ sin 2x മൈനസ് sin 4x പ്ലസ് sin 6x ഈക്വൽ ടു 0. അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ നിങ്ങൾ 6 റിസൾട്ട് എന്തായാലും പഠിക്കണം. അതേപോലെ sec x ഈക്വൽ ടു sec y, അതൊക്കെ cos x ഈക്വൽ ടു cos y പോലെ തന്നെയാണ്. ട്രിഗ്നോമെട്രിയുടെ ഏകദേശ ഭാഗവും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇക്വേഷൻസ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. 1, 2, 3, 4 റിസൾട്ട് ഒന്നുമല്ല ഉള്ളത്, ഒരുപാട് റിസൾട്ട് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ ചാപ്റ്റർ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് മാറും, ഒരു സംശയവുമില്ല. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2-ലെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയും ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും ഇതൊക്കെ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാറും. ഉറപ്പായിട്ടും ഒരുപാട് അപ്ലിക്കേഷനുള്ള ചാപ്റ്ററാണിത്. നിങ്ങൾ ഫിസിക്സിലെ ഡെറിവേഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. sin x sin 2x ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ആ റിസൾട്ട് ഒക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ തന്നെ എന്ത് ചെയ്താൽ മതി, ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ റിസൾട്ടൊക്കെ നിങ്ങൾ ഇത്രയും എഴുതിയ റിസൾട്ട് ഒരു A4 ഷീറ്റിൽ, ഒരു A4 ഷീറ്റിൽ എന്തായാലും കൊള്ളില്ല, 1 2 A4 ഷീറ്റിൽ എഴുതി നിങ്ങൾ സ്റ്റഡി റൂമിൽ വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കാണുന്ന സ്ഥലത്ത്
അത് വെക്കേണ്ടതാണ്. ഏത് സമയവും നിങ്ങൾ ഈ റിസൾട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തട്ടെ. എല്ലാവർക്കും ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.